നോർമലി എന്ത് വരും, നമ്മളൊരു അഡ്രിനലിൻ റഷ് വരുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക്കാവും. അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകും, ഇപ്പോൾ ഒരു വിജനമായിട്ടുള്ള വഴി ഇങ്ങോട്ട് നടന്നു വരുവാണ്, ആരെങ്കിലും നമ്മളെ ഫോളോ 2-3 പേരുണ്ട് ഫോളോ ചെയ്യുന്ന, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, അപ്പോടെ നമ്മൾ പാനിക്കാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുന്ന അത് നമ്മൾ റീഎനാക്ട് ചെയ്യും. ലൈക്ക് ആ ഒരു രീതിയിൽ അതിന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടാൻ ജസ്റ്റ് ചെറിയ സ്ട്രെസ് കൊടുത്താൽ ഒരു 5 പുഷപ്സ് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി, ദെൻ സംബഡി ഈസ് ഗോയിങ് ടു സിമുലേറ്റ് ദ അറ്റാക്ക്. ആ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു എൻവയറമെന്റിലോട്ട് നമ്മൾ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പാനിക് ആകാതെ അവരുടെ അഡ്രിനലിൻ റഷ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ട്രെയിനിങ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഈ സിമുലേറ്റ് ചെയ്തിട്ടാണ് അല്ലേ, ഹാർട്ട് ബീറ്റ് കൂട്ടിയിട്ടാണ്. കാരണം നോർമൽ നമ്മളിപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പം അതുപോലെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണേൽ ചെയ്യാൻ പറ്റും. പക്ഷെ അണ്ടർ പ്രഷറിൽ വരുമ്പോൾ ഇറ്റ് ഷുഡ് ബിക്കം ലൈക്ക് ഒരു മസിൽ മെമ്മറി. അവിടെ ആലോചിച്ച് എന്ത് ചെയ്യണം. ബേസിക്കലി ക്രാവ് മാഗയിൽ നമ്മുടെ സിമ്പിൾ, നമ്മുടെ നാച്ചുറൽ റിഫ്ലക്സ് ആണ് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അവിടെ യു ഡോണ്ട് ഹാവ് ടു തിങ്ക് ആൻഡ് റിയാക്ട്. എന്താണോ നമ്മൾ ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ചെയ്യുന്നത് അതിന് ചെറിയ മോഡിഫിക്കേഷൻ ചെയ്ത് ചെയ്യുന്നേ ഉള്ളൂ.